ഹലോ ഗൈസ്, വെൽക്കം ടു ദിവ്യാസ് ബേക്സ് ആൻഡ് ഡേയ്സ്. നമുക്ക് ഇന്നൊരു ഔട്ടിങ് പോയാലോ? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. പോകുന്ന വഴിക്ക് അവളെ ഒന്ന് പിക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു പുറത്ത് പോയിട്ടൊരു ചായ കുടിക്കാൻ ഉള്ള പരിപാടിയാണ്. ഇപ്പം ഈവനിങ് കുറച്ച് ലേറ്റ് ആയിപ്പോയി, 6:30 ആയി. ഇപ്പം നൈറ്റ് ആവും. ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണിച്ചത്. എന്നെ പോലെ എത്ര പേർക്ക് ഇഷ്ടമാണ് വൈകിട്ടൊക്കെ വല്ലപ്പോഴുമുള്ള വൈകുന്നേരങ്ങൾ പോയി ഒന്ന് കൂട്ടുകാരെയൊക്കെ കാണും, അവരോടൊക്കെ കുറച്ച് നേരം സൊറ പറഞ്ഞിരിക്കാനും, പിന്നെ കുറച്ച് നേരം ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ചെറിയ നടപ്പും ഒക്കെ ആയിട്ട് നടക്കാനും ഒക്കെ ആർക്കൊക്കെ ഇഷ്ടമാണ്. എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല, പക്ഷേ ഞാൻ കിട്ടുന്ന ഒരു ചാൻസും മിസ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും ഫാമിലിയുടെ കാര്യവും കുട്ടികളുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ കാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? കുറച്ചൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ? അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. ദിവസം എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു കുറച്ച് നേരമാണിത്. രാത്രി ആയിക്കഴിഞ്ഞാൽ അതേ ഉണ്ടോ, ഇതൊരു പുതിയ ഷോപ്പാണ് കേട്ടോ, ഏലം. നല്ലൊരു ഷോപ്പാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിക്കാനുള്ള പരിപാടിക്കൊന്നും അല്ല പോയത്. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടപ്പം നല്ല ഷോപ്പാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തതാണ്. അവിടെ നിന്ന് ഭയങ്കര തിരക്ക് കാരണം ഓർഡർ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഫുഡ് റെഡിയായത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ പോയി ഫുഡും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. നല്ല തിരക്കാണ്. മീര ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. നല്ല ഫുഡാണെന്നാണ് പറയുന്നത് അവിടുത്തെ. ഞങ്ങൾ ഡക്ക് റോസ്റ്റും കുറച്ച് ബീഫ് സ്റ്റൂവും പത്തിരിയും ഇടിയപ്പവും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഫുഡ്. ഞങ്ങൾ വീട്ടിൽ പോയി കഴിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡ്. ഈ നൈറ്റിലത്തെ വൈബ് ഭയങ്കര കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ട്, ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എൻജോയ് ചെയ്യാൻ വരുന്നവർ. അവിടെ നമുക്ക് നടക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്, വാക്ക് വേ ഉണ്ട്. അത് കാരണം നമുക്ക് അവിടെയൊക്കെ നടക്കാം. നല്ലൊരു വൈബാണ്. പിന്നെ അവിടുത്തെ തിരക്ക് കണ്ടോ, ഏലത്തിലെ തിരക്കാണ്. ഇതൊരു മാസമായിട്ടുള്ളൂ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഒരു മാസം കൊണ്ട് തന്നെ ഇവിടുത്തെ തിരക്ക് നോക്കി. ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീരുന്ന അത്രയും നേരം തുറന്നു വയ്ക്കുകയുള്ളൂ. കുറച്ച് മണിക്കൂറുകളെ കാണത്തുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് വരിക, പിന്നെ അധികം നേരമൊന്നും കാണത്തില്ല. ഇതാണ് അവിടുത്തെ ഒരു കുട്ടി ഷോപ്പ്. ഇത് പനമ്പള്ളിയാർ ആ ജംഗ്ഷനിൽ തന്നെയാണ്, കണ്ടുപിടിക്കാനൊന്നും ഒരു പാടുമില്ല. ചെറിയൊരു കടയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മീരയുടെ വീട്ടിൽ പോയി മീരയും കുഞ്ഞിനെയൊക്കെ കണ്ടു, ബൈയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.